തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പ്രണയം നടിച്ച് 16-കാരിയെ പീഡിപ്പിച്ച കായിക പരിശീലകൻ പോക്സോ കേസിൽ അറസ്റ്റിൽ. സ്വകാര്യ സ്പോർട്സ് സ്ഥാപനത്തിലെ ബാഡ്മിന്റൺ പരിശീലകനായ കുന്നുകുഴി സ്വദേശി ജാക്സൺ ആണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സാരംഗ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. സാരംഗ്, ഒരു അധ്യാപകനാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിയെ പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഇത്തരത്തിലൊരു സ്വകാര്യ സ്ഥാപനത്തിൽ, അതായത് സ്വകാര്യ സ്പോർട്സ് സ്ഥാപനത്തിലെ ഒരു അധ്യാപകനാണ് നിലവിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ളത്. അതായത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷന് പരിധിയിൽ വരുന്ന സ്പോർട്സ് സ്ഥാപനത്തിലാണ് ഇത്തരത്തിലൊരു പീഡന സംഭവം ഉണ്ടായിട്ടുള്ളത്. പരിശീലനത്തിനായി എത്തിയിട്ടുള്ള +1 വിദ്യാർത്ഥി, അതായത് പെൺകുട്ടിക്ക് 16 വയസ്സ് മാത്രമാണുള്ളത്. ഈ പെൺകുട്ടിയെയാണ് ഇത്തരത്തിൽ ഈ സ്പോർട്സ് കേന്ദ്രത്തിലെ പരിശീലകനായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ പരിശീലകൻ ഇത്തരത്തിൽ പീഡിപ്പിച്ചത്. 16 വയസ്സായിരുന്നു പെൺകുട്ടിക്കുണ്ടായിരുന്നത്. ഇയാൾക്ക് ഈ പീഡിപ്പിച്ച ജാക്സൺ എന്ന് പറയുന്ന കുന്നുകുഴി സ്വദേശി ജാക്സണ് 21 വയസ്സാണുള്ളത്. അതായത് ഏതാണ്ട് കുട്ടി 2 മാസം മുന്നെയാണ് ഇത്തരത്തിൽ ഈ സ്വകാര്യ പരിശീലന കേന്ദ്രത്തിൽ എത്തുന്നത്. ബാഡ്മിന്റൺ പഠിക്കാനായിട്ടാണ്, ബാഡ്മിന്റൺ പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് പെൺകുട്ടി ഇത്തരത്തിൽ ഈ പരിശീലന കേന്ദ്രത്തിൽ എത്തുന്നത്. ഈ 2 മാസം കൊണ്ടുള്ള പരിചയം വെച്ചാണ് ഇത്തരത്തിൽ ഈ അധ്യാപകൻ അല്ലെങ്കിൽ പരിശീലകൻ ഇത്തരത്തിൽ കുട്ടിയെ ഉപദ്രവിക്കുന്നത്. കുട്ടിയുടെ പരിചയം, അതായത് കുട്ടിയുമായുള്ള ബന്ധവും അല്ലെങ്കിൽ പരിചയവും അത്തരത്തിലൊരു പ്രണയത്തിലേക്ക് നടിച്ച്, പ്രണയമാണെന്ന് നടിച്ച് ഇത്തരത്തിൽ കുട്ടിയുടെ വീട്ടിലെത്തിയാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചത്. അതായത് പലതവണ ഇത്തരത്തിൽ ഉപദ്രവം, കുട്ടിക്കെതിരെ പീഡനം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സംബന്ധിച്ച് ഈ കുട്ടിയുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ പോലീസിനോട് നൽകിയിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു വിവരം തന്നെയാണ്. ഈ പെൺകുട്ടിയെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇയാൾ വീട്ടിലെത്തി തന്നെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അതായത് കുട്ടിയുടെ രക്ഷിതാക്കൾ വീട്ടിലില്ലാത്ത സമയം നോക്കി ഇയാൾ എത്തുകയും കുട്ടിയെ വിവാഹം കഴിക്കാൻ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രണയം നടിച്ചുകൊണ്ടായിരുന്നു ഈ പീഡനം ഉണ്ടായിരുന്നത്. എന്തായാലും പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്.